അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഈ ഒരു വീഡിയോയിൽ ഞാൻ രണ്ട് ബീഫ് ഐറ്റംസ് ആണ് കാണിക്കുന്നത്. ഒന്ന് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്രൈ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഒന്ന് കുറച്ച് ഗ്രേവി ആയിട്ട് റൊട്ടി ചപ്പാത്തി ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഗ്രേവി ആയിട്ടുള്ള, ഒരുപാട് വലിയ ഗ്രേവി അല്ല എന്നാലും ഒരു തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ബീഫിൻ്റേത് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുത്തത്. ബീഫ് കുരുട്ടി പൊരിച്ചത് എന്ന് നമ്മളിതിനെ പറയാൻ, ഗൾഫിലൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബീഫ് ആദ്യം ഒന്നങ്ങ് വേവിച്ചെടുക്കണം. അപ്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ അഥവാ ബീഫിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ, വെന്തതിന് ശേഷവും വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് വെച്ചിട്ടങ്ങ് വറ്റിച്ചെടുക്കാം. അപ്പം അങ്ങനെ വേവിച്ചെടുത്ത ബീഫാണിത്. ഒരുപാട് വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമുണ്ട്, അത് ഞാനങ്ങ് വെള്ളം വറ്റിച്ചെടുക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഞാനിപ്പം ചട്ടിയാണ് എടുത്തത്, അല്ലെങ്കിൽ നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാകുമ്പം നാടൻ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 മുറിയോളം സവാള അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സവാള അങ്ങ് മൂത്ത് വരണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബീഫ് ഇട്ട് കൊടുക്കാം. വേവിച്ച ബീഫും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിന് മുമ്പ് വീഡിയോ കാണിച്ചതിൽ നോൺ സ്റ്റിക്ക് പാനിൽ അങ്ങനെ ഇട്ടിട്ട് അങ്ങ് കുരുട്ടി എടുത്തിട്ട് ആ ഒരു വെള്ളമൊക്കെ ഈ ബീഫിൽ നന്നായിട്ട് പിടിച്ചു വരുന്നത് വരെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു നാടൻ ടേസ്റ്റും കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബീഫ് ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഈ ബീഫ് എണ്ണയിൽ കിടന്നിട്ട് അതുപോലെ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞതുപോലെ ആയി വരും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട്, പിന്നെ ആ ഒരു സ്പൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം കുരുമുളക് പൊടിയല്ല ഞാനിവിടെ ഉണ്ടാക്കുന്നത്, കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ളത്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് പൗഡർ പോലെ ആവില്ല, കുറച്ചൊന്ന് ക്രഷ്ഡ് ആയിട്ടുള്ളതാണ്, അതാണ് ടേസ്റ്റ് ഉണ്ടാവാൻ. ആ ഒരു തരുതരപ്പിൽ പൊടിച്ചെടുക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. പിന്നെ ഗൾഫിലേക്ക് കൊടുക്കുമ്പം തക്കാളിയോ നാരങ്ങയോ ഒന്നും വേണമെന്നില്ല. അങ്ങനെ ബീഫ് ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൾഫിലേക്ക് കൊടുത്തയക്കുന്നതാണെങ്കിൽ നന്നായിട്ട് ചൂടാറിയ ശേഷം പാക്ക് ചെയ്യാം. അതല്ല നമ്മളിവിടെ യൂസ് ചെയ്യാനാണെങ്കിൽ പൊറോട്ടയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഇനി ഇതിനെ തന്നെ ഒന്ന് ഗ്രേവി ആക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് അടുത്തത്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പം ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വന്നപ്പം ഒരു 3-4 കുഞ്ഞുള്ളി അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സവാള ഇല്ലാതെ വെറും കുഞ്ഞുള്ളിയിൽ മാത്രം ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിപ്പം കുഞ്ഞുള്ളി അത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ സവാള കൂടുതൽ എടുത്തത്. ഇനി ഈ ഒരു ഗ്രേവിക്ക് മാത്രമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് ഓൾറെഡി വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ ഇതിന് കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. അങ്ങനെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഈ സവാളയും കുഞ്ഞുള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നത് വരെ നമ്മൾ ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പം സവാളയൊക്കെ ചെറുതായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഈ സവാള ഒന്ന് സൈഡിലേക്ക് നീക്കിയിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം പൊടികളൊക്കെ എണ്ണയിലൊന്നങ്ങ് മൂത്ത് കിട്ടിക്കോളും. അപ്പോൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കുമ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഞാൻ ബീഫ് വേവിക്കുന്ന സമയത്ത് അത് ചേർത്തതാണ്. അപ്പോൾ ശരിക്കും ബീഫ് വേവിക്കുമ്പോഴാണ് നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുന്നില്ല. ഇപ്പം നമ്മുടെ മസാലയൊക്കെ ഉള്ളിയിൽ നന്നായിട്ട് അങ്ങ് പിടിച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു മൂത്ത് വന്നിട്ടുള്ള മണമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് ബീഫ് മാത്രമേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇത്ര മാത്രമേ ഗ്രേവി ഉണ്ടാക്കുന്നുള്ളൂ. എന്നിട്ട് ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്നങ്ങ് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാനിപ്പം കുറച്ചൊരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ഈർപ്പം കൂടെ ഇറങ്ങിയിട്ട് നന്നായിട്ട് ഈ ഒരു മസാലയൊക്കെ എല്ലാത്തിൽ അങ്ങ് പിടിച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക്
കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നന്നായിട്ടൊന്നങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഈ ഒരു മസാലയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ എല്ലാത്തിലും അങ്ങ് പിടിച്ച് കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി തിളപ്പിച്ചെടുക്കാം. ഈ ഒരു ഗ്രേവി ഒന്ന് തിളച്ചിട്ടൊന്ന് കുറുകി വരണം. അപ്പം നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നങ്ങ് തിളച്ച് വരാനായിട്ട് ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്നങ്ങനെ അടച്ച് വെച്ചാൽ നന്നായിട്ട് തിളച്ച് വരും. ഇപ്പം തിളച്ചിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേവിച്ചിട്ടുള്ള ആ ബീഫ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം ബീഫ് അങ്ങ് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ആ ഗ്രേവിയിൽ ബീഫൊക്കെ ഒന്നങ്ങ് പിടിച്ച് കിട്ടണം. അപ്പം ഞാനിപ്പം ബീഫ് ഒരു മീഡിയം വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. ഒരുപാട് ചെറിയ സൈസ് ആക്കിയിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെറിയ പീസാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബീഫും ഗ്രേവിയും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചത്. ഇനി ഇതൊന്ന് നന്നായി മിക്സാക്കി എടുത്തിട്ട് തിളച്ച് വരുമ്പം ഒന്നങ്ങ് കുറുകി കട്ടിയായി വന്നോളും. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്നങ്ങ് അടച്ച് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാലയും ഗ്രേവിയും ഒക്കെ ഒന്ന് ബീഫിൽ പിടിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ ആ ബീഫിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങി വന്നിട്ട് ടേസ്റ്റ് കിട്ടണമല്ലോ. അപ്പോൾ അതും നടക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂടി തുറന്നിട്ട് ഇപ്പം നന്നായിട്ട് ഗ്രേവി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീര് വേണമെങ്കിൽ അങ്ങ് പിഴിഞ്ഞു കൊടുക്കാം. കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. പിന്നെ അതുപോലെ 1 ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു സ്പൈസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണ്ടാത്തവരതങ്ങ് അവോയ്ഡ് ചെയ്തേക്കണം. കാരണം ഒരുപാട് എരിവ് ഇഷ്ടമല്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് കുരുമുളക് പൊടിയുടെയും ഈ റെഡ് ചില്ലീൻ്റെയൊക്കെ ആ ഒരു അളവങ്ങ് കുറച്ചേക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം ഈ ഒരു ചൂടിൽ കടന്നിട്ട് തന്നെ നമ്മുടെ ഗ്രേവി കുറച്ചുകൂടെ ഒന്നങ്ങ് തിക്കായി വരും. അപ്പോൾ കുറച്ചുകൂടെ വറ്റണം എന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഗ്രേവി ഇല്ല, എന്നാലും അത്ര ഗ്രേവി അല്ലാണ്ടും അല്ല. ഈ ഒരു ബീഫ് ഗ്രേവി എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഗീ റൈസിൻ്റെ കൂടെ തിന്നാം, അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തീൻ്റെ കൂടെ, വാട്ടിപ്പത്തലിൻ്റെ കൂടെ, ഈവൻ വെറുംചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്ന് കാണിച്ച 2 ടൈപ്പിലുള്ള ബീഫും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പീസുമായി നമുക്കിനിയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.